അർത്തുങ്കൽ ഹാർബറിൽ മത്സ്യത്തൊഴിലാളികൾ നടത്തിവന്ന സമരം 101 ദിവസം പിന്നിട്ടു. ആശാ വർക്കേഴ്സിന്റെ സമരം നമ്മളുടെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോകാനിടയായിട്ടില്ല. സെക്രട്ടേറിയറ്റ് നടയിൽ നൂറുകണക്കിന് സ്ത്രീകൾ മേൽക്കൂരയ്ക്ക് അനുവാദമില്ലാതെ കുടയും പിടിച്ച് റെയിൻകോട്ടും ചുറ്റിയിട്ട് നിരാഹാര പന്തലിൽ സാക്ഷി നിന്നതായ ഒരു സംഭവം കേരളത്തിൽ മുൻപുണ്ടായിട്ടില്ല. അതിനുശേഷം അവർ അങ്ങ് വടക്ക് നിന്ന് തെക്ക് വരെ രാപകൽ സമരം, തെരുവിൽ കിടന്ന് സമരം വിളിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് നിലയിലേക്ക് എത്തി. ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തകൻ എന്നുള്ള ഒരു പാരമ്പര്യവും പഴക്കവും വെച്ച് അവരുടെ നിരവധി രംഗങ്ങളിൽ പോകുവാൻ എനിക്കിടവന്നു. പല അഭിസംബോധനകളും അവരെ നടത്തുവാനും ഇടവന്നു. പക്ഷേ അവിടെയൊക്കെ ശ്രദ്ധേയമായത് സർക്കാരിന് ഇതിന് പുല്ലുവിലയാണെന്നുള്ളതാണ്. ഇന്ന് നമ്മൾ 101 ദിവസം പറയുമ്പോഴും ഈ 101ാമത്തെ ദിവസം ഈ ആങ്കറിംഗ് സമരം നടത്തുമ്പോൾ അർത്തുങ്കൽ ഹാർബർ നിർമ്മാണം ആവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾ നടത്തിവന്ന സത്യാഗ്രഹ സമരം 100 ദിവസം പിന്നിട്ടു. കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ പ്രഥമ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഫാദർ ജോസ് കളിക്കൽ സമരം ഉദ്ഘാടനം ചെയ്തു. മുന്നോട്ട് പോവുക എന്നതാണ് സമരസമിതിയുടെ മുന്നിലുള്ള അജണ്ട. അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങൾ ഈ സമരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് ശേഷം ഇവിടെ പ്രസംഗിക്കുന്ന നേതാക്കന്മാർ വിശദമായി സംസാരിക്കുന്നതാണ്. നമ്മുടെ ജോസ് കളിക്കൽ അച്ഛനും പോകേണ്ടി തിരക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം അടൂരിൽ നിന്നാണ് ഇവിടെ എത്തിയിരിക്കുന്നത്.